Hi dear students, welcome to EduGarnet. ഞാൻ കലാദീപക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിലോജിസം. അപ്പോൾ സിലോജിസത്തിൻ്റെ 2 വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ബേസിക് ക്ലാസ്സുകളുടെയൊക്കെ. പക്ഷേ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അതൊന്നുമല്ല, ഒള്ളി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. ഓക്കെ, ഒള്ളി എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു സംഭവമാണ് അല്ലേ. മിക്കവാറും എക്സാംസിന് ഉള്ളി വെച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണ്? സിമ്പിളായിട്ട് ഓളും സമ്മും നോയും സം നോട്ടും ഒക്കെ വന്നാൽ അത്യാവശ്യം ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ ഉള്ളി കയറി വരുമ്പോൾ ചില സമയങ്ങൾ ശരിയാവുന്നു, പക്ഷേ ചില സമയത്ത് ഒരു രീതിയിലും നമ്മുടെ ഒരു കൺസെപ്റ്റ് അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല അല്ലേ. അങ്ങനെ പറ്റത്തില്ലല്ലോ, എപ്പോഴും വർക്കൗട്ട് ആവണം അല്ലേ. നമ്മളൊരു സംഭവം പഠിച്ചാൽ അത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ ഉള്ളിയുടെ കേസ് നമുക്കിന്ന് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിയുടെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും 100% കറക്റ്റ് ആയിരിക്കും, ഗ്യാരൻറ്റീഡ്. ഓക്കെ, അപ്പോൾ ക്ലാസ് പക്ഷേ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുകയും പറയുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ തറവാക്കുകയും ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്തോളൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, ഈ ക്ലാസ് പഠിക്കേണ്ടത് ആരാണ്? സിലോജിസം പഠിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തി ഈ ക്ലാസ് കേട്ടിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. അതായത് സിലോജിസത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, ജസ്റ്റ് ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെ ഒരാൾ ഈ ഒരു ക്ലാസ് കേട്ടാൽ അത് പറ്റത്തില്ല. സിലോജിസത്തിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുണ്ടാവണം. സിമ്പിളായിട്ട് ഓൾ, സം, നോ, സം നോട്ടൊക്കെ വന്നാൽ ചെയ്യാൻ പൂർണ്ണമായിട്ടും സാധിക്കുന്ന വ്യക്തികളായിരിക്കണം. പോസിബിലിറ്റി പഠിച്ചിട്ടുള്ള ആളായിരിക്കണം. ഇത്രയൊക്കെ ഏകദേശം ഓക്കെ ആണ്. ഓളിയൊക്കെ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നതെങ്കിൽ ഈ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ്, ഞാൻ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഷോർട്ടായിട്ട് എഴുതിയിരിക്കുകയാണ്, അതേപോലെ കൺക്ലൂഷൻ്റെ ഒരു ഷോർട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ സിലോജിസത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത് അല്ലേ. ഒരു 2 or 3 ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരും, ഫോളോഡ് ബൈ എ ഫ്യൂ കൺക്ലൂഷൻസ്. ഈ ഒരു രീതിയിലാണല്ലോ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്, പക്ഷേ അതിനകത്ത് കണ്ടോ ഒരെണ്ണം നമ്മുടെ ഒള്ളിയാണ് അല്ലേ. പിന്നെ നമുക്ക് 2 കൺക്ലൂഷനുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒള്ളിയുടെ ഒരു മീനിങ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓൺലി ബേർഡ്സ് ആർ പാരറ്റ്സ്. പിന്നെ ഒരു കാര്യം, ഇത് പഠിക്കുമ്പോൾ ഇതെന്തോ വലിയ സംഭവമാണ് എന്നുള്ള മനസ്സിലിരിക്കരുത് കേട്ടോ, നിസ്സാരപ്പെട്ടൊരു സംഭവം എന്നുള്ള ചിന്താഗതിയിലിരിക്കാം. അപ്പോൾ ഓൺലി ബേർഡ്സ് ആർ പാരറ്റ്സ്. ബേർഡ്സിൻ്റെ അർത്ഥം ഒള്ളിയുടെ അർത്ഥം എന്താ? അത് മാത്രം അല്ലേ, അതാണ് ഒള്ളി. ഈ ഒള്ളി എന്ന് പറയുന്ന വേർഡിന് റീസണിങ്ങിൽ ഫുൾ ഭയങ്കര പ്രസക്തിയാണ്. കാര്യം പലയിടത്തും ഈ ഒള്ളി കയറി വരും. ഒള്ളി വരുമ്പോൾ നമ്മളതിനൊരു എക്സ്ട്രാ ശ്രദ്ധ കൊടുക്കണം. ഈ പസിലിനകത്തും നമ്മൾ ചില സമയത്ത് അങ്ങനത്തെ ലൈൻ കാണും അല്ലേ, ഓൺലി ദിസ് പേഴ്സൺ ലിവ്സ് ഇൻ ദിസ് ഫ്ലോർ, അല്ലെങ്കിൽ എ ലിവ്സ് ഓൺലി വിത്ത് ബി ഇൻ സെക്കൻഡ് ഫ്ലോർ എന്നൊക്കെ നമ്മൾ പസിൽ കാണാറുണ്ട് അല്ലേ. ആ ഒള്ളി എന്ന് പറയുന്ന വേർഡ് അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതോടുകൂടി ആ പസിൽ താളം തെറ്റും അല്ലേ. അപ്പോൾ ഈ ഒള്ളി എന്ന് പറയുന്ന വേർഡിന് സിലോജിസത്തിൽ മൊത്തത്തിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഓൺലി ബേർഡ്സ് ആർ പാരറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന് ഗ്രാമറ്റിക്കൽ മീനിങ് വരുന്നത് ബേർഡ്സ് മാത്രമേ പാരറ്റ്സ് ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്, പാരറ്റ്സിൻ്റെ ഒരു കാറ്റഗറി എടുത്താൽ ഇത് പാരറ്റ് ആണെങ്കിൽ ഇതിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? ബേർഡ്സ് മാത്രമേ ഉള്ളൂ. വേറൊരു മൂന്നാമത്തെ വ്യക്തി ഇവരുടെ ഇടയിലില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓൺലി ബേർഡ്സ് ആർ പാരറ്റ് എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവരുടെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ ഒരു കാരണവശാലും ഇല്ല. അത് മനസ്സിൽ ചിത്രീകരിക്കുക. അത് ചിത്രീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ട് കിട്ടി. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മാത്രം നമ്മുടെ മൈൻഡിലോട്ട് കയറി കിട്ടുക. ഇവരുടെ 2 പേരുടെ ഇടയ്ക്ക് മൂന്നാമതൊരാൾ വരുത്തില്ല. എന്നാൽ ഓർത്തോണം, ഈ ഒള്ളിക്ക് പകരം ദാണ്ട് ഇത് ഓൾ ഓൾ പാരറ്റ്സ് ആർ കളർഫുൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എല്ലാ പാരറ്റും കളർഫുള്ളാണ്. വേണമെങ്കിൽ മൂന്നാമതൊരാളും വരാം അല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാ പാരറ്റ്സും കളർഫുൾ ആണെന്ന് പറഞ്ഞ് മൂന്നാമതൊരാൾക്ക് അവിടെ എൻട്രി ഇല്ലെന്നൊന്നും പറയുന്നില്ല. എല്ലാ പാരറ്റ്സിനും ചിലപ്പോൾ വേറെ വലുതൊക്കെ ആവുകയും ചെയ്യാം. പക്ഷെ ഒള്ളി വരുമ്പോൾ അങ്ങനെയല്ല. ഇവരുടെ 2 പേരുടെ ഇടയിൽ മൂന്നാമതൊരു വ്യക്തി ഇല്ല. ഇവർ 2 പേരും ചേരുന്നിടത്ത് ഇവർ 2 പേരും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ആര് മാത്രമേ ഉള്ളൂ? ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഇവരുടെ ഇടയിൽ മൂന്നാമതൊരു വ്യക്തിയില്ല. മറ്റൊന്ന്, പാരറ്റ്സിൻ്റെ ഒരു കാറ്റഗറി എടുത്താൽ അതിനകത്ത് ബേർഡ്സ് മാത്രമേ ഉള്ളൂ, വേറെ ആരും വരത്തില്ല. അപ്പോൾ ഇതിന് നമുക്ക് മാറ്റാവുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഓൺലി ബേർഡ്സ് ആർ പാരറ്റിനെ നമുക്ക് ഓൾ, ഞാൻ ഈ താഴോട്ട് എഴുതാമേ, ഓൾ പാരറ്റ്സ് ആർ ബേർഡ് എന്ന് പറയാം.
നത്തിങ് റോങ്, ഇറ്റ് ഇസ് പെർഫെക്റ്റ്ലി കറക്റ്റ്. ഓൺലി ബേർഡ്സ് ആർ പാരറ്റ് എന്തിന് ഇക്വലൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഓൾ പാരറ്റ്സ് ആർ ബേർഡിന് ഇക്വലൻ്റ് ആണ്, ഉറപ്പ്. കാര്യം ഓൺലി ബേർഡ്സ് ആർ പാരറ്റ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് മാത്രമേ പാരറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പാരറ്റിൻ്റെ ഒരു കാറ്റഗറി എടുത്താൽ അതിനകത്ത് മുഴുവൻ ആരാണ്? ബേർഡ്സ് ആണ്. സോ ഓൾ പാരറ്റ്സ് ആർ ബേർഡ്സ് എന്ന് പറയാം. അതിൻ്റെ ഒപ്പം വേറെ എന്തും മനസ്സിലാക്കണം, വേറെ ആരും തന്നെ ഇനി പാരറ്റ് ആകത്തില്ല. വേറെ ആരും പാരറ്റ് ആകത്തില്ല. ആര് മാത്രമേ പാരറ്റ് ആകത്തുള്ളൂ? ബേർഡ്സ് മാത്രമേ പാരറ്റ് ആകത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കാം. സം ബേർഡ്സ് ആർ കളർഫുൾ. ശരിയാണോ അല്ലയോ നോക്കാം. ഇത് പാരറ്റിനെ കുറിച്ചല്ലേ ചോദിച്ചിരിക്കുന്നത്, ബേർഡ്സിനെയും കളർഫുള്ളിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ ഓൾറെഡി ഒരു ഓൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഓൾ പാരറ്റ്സ് ആർ ബേർഡ് അല്ലേ. അതുപോലെ തന്നെ താണ്ട് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഓൾ പാരറ്റ്സ് ആർ കളർഫുൾ. അപ്പോൾ ഈ കിടക്കുന്ന ഓൾ പാരറ്റ്സിന് ആർ കളർഫുൾ താണ്ട് ഇങ്ങോട്ട് എഴുതുക, ഓൾ പാരറ്റ്സ് ആർ കളർഫുൾ. ഓക്കെ, എന്നിട്ട് ഈ ഓളിനെ നമുക്ക് സമ്മാക്കി റിവേഴ്സ് ചെയ്യാമല്ലോ അല്ലേ. ഈ ഓളിനെ സമ്മാക്കി റിവേഴ്സ് ചെയ്താൽ എങ്ങനെ വരും? സം ബേർഡ് ആർ പാരറ്റ് എന്ന് വരും അല്ലേ. ഈ സം ബേർഡ് ആർ പാരറ്റും ഈ കിടക്കുന്ന ഓളും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാമല്ലോ. നമ്മുടെ സം പ്ലസ് ഓൾ റൂൾ ഉണ്ട് അല്ലേ, സം പ്ലസ് ഓൾ ഗിവ്സ് സം. അപ്പോൾ ഈ ഓൾ പാരറ്റ് ആർ ബേർഡിൻ്റെ സം എഴുതുക, കറസ്പോണ്ടിങ് സം എഴുതുക, ദാറ്റ് ഇസ് സം ബേർഡ്സ് ആർ പാരറ്റ്. അപ്പോൾ പാരറ്റും പാരറ്റും താണ്ട് കറക്റ്റ് ഓർഡറിലാവും. വി വിൽ ഗെറ്റ് സം ബേർഡ്സ് ആർ കളർഫുൾ. അതാണ് ഈ ഫസ്റ്റ് കൺക്ലൂഷൻ. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ഇസ് കറക്റ്റ്. എവിടെ നിന്ന് കിട്ടുന്നെന്ന് ചോദിച്ചാൽ ആദ്യത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടും. കാര്യം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒള്ളിയാണ്, അതിനെ നമുക്ക് കറസ്പോണ്ടിങ് ഓൾ ആയിട്ട് എഴുതാൻ പറ്റും, ദാറ്റ് ഇസ് ഓൾ പാരറ്റ്സ് ആർ ബേർഡ്. ആ ഓളിൽ നിന്ന് നമുക്ക് രണ്ട് സം ഉണ്ട്, സം പാരറ്റ്സ് ആർ ബേർഡും സം ബേർഡ്സ് ആർ പാരറ്റും. ആ സം ബേർഡ്സ് ആർ പാരറ്റ് എടുക്കുക, എന്നിട്ട് ഈ രണ്ടാമത്തെ ഓളുമായിട്ട് സം പ്ലസ് ഓൾ ചെയ്യുക. സം പ്ലസ് ഓൾ ചെയ്യുമ്പോൾ നമുക്ക് സം ബേർഡ്സ് ആർ കളർഫുൾ ആണ് കിട്ടുന്നത്. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ഇസ് കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കൺക്ലൂഷൻ നോക്കാം. സെക്കൻഡ് കൺക്ലൂഷൻ പറയുന്നത് ഓൾ കളർഫുൾ ആർ ബേർഡ്. അങ്ങനെ ഒരു ഓൾ ഇവിടുന്ന് കിട്ടുമോ നോക്കണം. ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ട് ഓള് അല്ലേ. ഈ രണ്ട് ഓള് കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? ഈ രണ്ട് ഓള് ഇങ്ങനെ തന്നെ കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ദാണ്ട് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ബേസിക് സിലോജിസത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് പൊസിഷനിലെ ഫസ്റ്റ് ക്ലാസ് കേട്ട് നോക്കിയാൽ മതി. സിലോജിസത്തിൻ്റെ ഒരു പാർട്ട് 1 കിടപ്പുണ്ട്, അതിനകത്ത് ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പൊസിഷനിലെ വേർഡ്സ് ഷുഡ് ബി ദ സെയിം അല്ലേ. അപ്പോൾ ഇവിടെ സെയിം അല്ലല്ലോ. ഈ ഓളിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഓൾ ഇസ് നോട്ട് റിവേഴ്സിബിൾ. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഓളിനെ എടുത്ത് സം ആക്കുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ സം പ്ലസ് ഓളായി പോകത്തില്ലേ. ഓൾ എന്ന് പറയുന്നൊരു സാധനം കിട്ടണമെങ്കിൽ ഏത് കേസിൽ മാത്രമേ ഓൾ കിട്ടത്തുള്ളൂ? ഓൾ പ്ലസ് ഓളിൽ മാത്രമേ ഓൾ കിട്ടത്തുള്ളൂ. ഇവിടെ ഓൾ പ്ലസ് ഓൾ ചെയ്യാൻ പറ്റുന്നതുമില്ല. സോ എന്തായാലും ഈ കൺക്ലൂഷൻ തെറ്റാണ്. സോ ഇവിടെ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഓൾ കളർഫുൾ ആർ ബേർഡിന് പകരം ഓൾ ബേർഡ് ആർ കളർഫുൾ ആയിരുന്നെങ്കിലോ? അതും തെറ്റാണ്. അങ്ങനത്തെ ഒരു ഓളെ എന്തായാലും ബേർഡും കളർഫുള്ളും തമ്മിൽ ഇവിടുന്ന് ഒരു ഓളേ ഇല്ല അല്ലേ. അപ്പോൾ അതാണെങ്കിലും തെറ്റ് തന്നെ. സോ ഇവിടെ കൺക്ലൂഷൻ 1 മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. റെഡി? അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലും എന്താണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഉള്ളിയുടെ കേസുണ്ട്. ഒൺലി ലാപ്ടോപ്സ് ആർ ഇലക്ട്രോണിക്സ്. അതിനെ നമ്മൾ കറസ്പോണ്ടിങ് ഓൾ ആയിട്ട് എങ്ങനെയാണ് മാറ്റുന്നത്? തല തിരിച്ച് അല്ലേ. ഓൾ ഇലക്ട്രോണിക്സ് ആർ ലാപ്ടോപ്സ്. നേരത്തെ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതേക്കാം. തല തിരിച്ച് ഓളാക്കി എഴുതുന്നു. ഓൾ ഇലക്ട്രോണിക്സ് ആർ ലാപ്ടോപ്സ്. ഓക്കെ, ആ ഓളിയുടെ കറസ്പോണ്ടിങ് ഓൾ എഴുതി. പക്ഷേ ഈ ഓൾ എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ ജോലി അങ്ങ് കഴിയരുത്. കാര്യം ഇത് ഒള്ളിയാണ് അല്ലേ. ഒള്ളിയിൽ ആ ഓളായിട്ട് മാറ്റി എഴുതുക എന്നൊരു തൊഴിൽ മാത്രമല്ല നമുക്കുള്ളത്. ഒള്ളി ലാപ്ടോപ്സ് ആർ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സ്ട്രാ മീനിങ് ഉണ്ട്. ലാപ്ടോപ്സ് മാത്രമേ ഇലക്ട്രോണിക്സ് ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഓൾ ഇലക്ട്രോണിക്സ് ആർ ലാപ്ടോപ്സ് മീൻസ് ഇലക്ട്രോണിക്സിൽ മൊത്തം ലാപ്ടോപ്സ് ആണ്. അതുപോലെ തന്നെ ഓർത്തോണം, മൂന്നാമതൊരാൾ അങ്ങോട്ട് എൻട്രി ഇല്ല. ഇലക്ട്രോണിക്സിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? ലാപ്ടോപ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഒരു തേർഡ് പേഴ്സൺ ഇലക്ട്രോണിക്സിലോട്ട് വരത്തില്ല. ഇലക്ട്രോണിക്സിലോട്ട് ഒരു തേർഡ് പേഴ്സൻ്റെ എൻട്രി ഇല്ല എന്ന് ഓർത്തോണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ പറയുന്നത് ഓൾ ലാപ്ടോപ്സ് ആർ മൊബൈൽ. ഓൾ ലാപ്ടോപ്സ് ആർ മൊബൈൽ. ഇവിടെ നിന്ന് എന്തായാലും ഓൾ കിട്ടാൻ പോകുന്നില്ല അല്ലേ. കാര്യം ഓൾ വേണമെങ്കിൽ 2 ഓൾ വേണമെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഓളും പിന്നെ ഒരു സമ്മും അല്ലേ കിടക്കുന്നത്. സോ എന്തായാലും ഓൾ വരാൻ പോകുന്നില്ല. അപ്പം തന്നെ അതങ്ങ് വെട്ടിക്കളയാം. അല്ലെങ്കിൽ തന്നെ നമുക്കിതിനെ മറ്റൊരു രീതിയിലും ചിന്തിക്കാം. ഇതിപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചു, അതായത് ഇവിടെ 2 ഓളില്ല, അതുകൊണ്ട് തെറ്റാണ്. മറ്റൊരു കൺസെപ്റ്റിൽ ഇത് ചിന്തിക്കാവുന്നതെന്ന് വെച്ചാൽ ഓൾ ലാപ്ടോപ്സ് ആർ മൊബൈൽസ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. എല്ലാ ലാപ്ടോപ്സിനും മൊബൈൽ ആവാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇവിടെ തന്നിട്ടില്ലേ ഒൺലി ലാപ്ടോപ്സ് ആർ ഇലക്ട്രോണിക്സ് എന്ന്. ലാപ്ടോപ്സ് മാത്രമേ ഇലക്ട്രോണിക്സ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ലാപ്ടോപ്സിൻ്റെ
ഒരു ഭാഗത്ത് ആര് മാത്രമുണ്ട്? ഇലക്ട്രോണിക്സ് മാത്രം. നമ്മൾ പറഞ്ഞില്ലേ ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് മൂന്നാമതൊരാൾ വരത്തില്ലെന്ന് അല്ലേ? അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ആര് മാത്രമേ ഉള്ളൂ? ഇലക്ട്രോണിക്സ് മാത്രമേ ഉള്ളൂ. അവിടെ മൂന്നാമതൊരാൾക്ക് എൻട്രി ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ മുഴുവൻ ലാപ്ടോപ്സിനും വേറെ ഒരു വ്യക്തിയും ആകാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലോജിക്കും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കോണം. മുഴുവൻ ലാപ്ടോപ്പ്, കുറച്ച് ലാപ്ടോപ്പിന് വേണമെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആവാം. വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് അല്ലാതെ മറ്റാരെങ്കിലും ചിലപ്പോൾ ആയേക്കാം. പക്ഷേ മുഴുവൻ ലാപ്ടോപ്പിനും എന്തായാലും മൂന്നാമതൊരാളാവാൻ സാധിക്കത്തില്ല. കാര്യം ലാപ്ടോപ്സിൻ്റെ ഒരു പോർഷനിൽ ആര് മാത്രമായിട്ട് കിടപ്പുണ്ട്? ഇലക്ട്രോണിക്സ് മാത്രമായിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് കിടപ്പുണ്ട്. അവിടെ തേർഡ് പേഴ്സൺ ഇല്ല. അപ്പോൾ എന്തായാലും ഓൾ ലാപ്ടോപ്സ് ആർ ഓൾ ലാപ്ടോപ്സ് ആർ മൊബൈൽ എന്തായാലും പറ്റത്തില്ല. ഇവിടെ രണ്ട് ഓളില്ല, അല്ലെങ്കിൽ തന്നെ ലാപ്ടോപ്സ് മുഴുവൻ എങ്ങനെ മൊബൈൽ ആവാൻ പറ്റുമോ നടക്കത്തുമില്ല. സോ ദാറ്റ് ഇസ് റോങ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺക്ലൂഷൻ പറയുന്നത് സം മൊബൈൽസ് ആർ ലാപ്ടോപ്സ്. സം മൊബൈൽസ് ആർ ലാപ്ടോപ്സിന് സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓൾ എന്ന് പറയുന്നത് ഓൾ ഇലക്ട്രോണിക്സ് ആർ ലാപ്ടോപ്സ് ആണ്. പിന്നെ നമുക്കൊരു സം താഴെ കിടപ്പുണ്ട് അല്ലേ? സം ഇലക്ട്രോണിക്സ് ആർ മൊബൈൽ. അതിന് നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യാം. സം ആയതുകൊണ്ട് സം ഇലക്ട്രോണിക്സ് ആർ മൊബൈലിന് റിവേഴ്സ് ചെയ്താൽ എന്ത് വരും? സം മൊബൈൽ ആർ ഇലക്ട്രോണിക്സ്. അതിനെ ഇതിൻ്റെ മേളിലോട്ട് അങ്ങ് എടുത്താൽ പോരെ. സം മൊബൈൽസ് അതായത് ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ തല തിരിച്ചെടുത്തു. തല തിരിച്ചൊക്കെ എടുക്കാം കേട്ടോ. ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. സിലോജിസത്തിൽ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ നമ്മൾ സ്ട്രിക്ട്ലി എടുക്കണോ, ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ കുഴപ്പമുണ്ടോ എന്ന സംശയമുണ്ട്. ഓർഡർ എങ്ങനെ വേണമെങ്കിലും മാറ്റാം സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ. ഇപ്പം നമുക്കൊരു ആവശ്യകതയുണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഓർഡർ ഒന്ന് ഷഫിൾ ചെയ്താൽ ഏതെങ്കിലും ഒരു റൂളിൻ്റെ രൂപത്തിലോട്ടാവും, അല്ലെങ്കിൽ വേർഡ്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നുണ്ടെങ്കിൽ, ആവശ്യകതയുണ്ടെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. മാറ്റിയിട്ടും കാര്യമൊന്നും ഇല്ലെങ്കിൽ പിന്നെ മാറ്റിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻ്റ് അല്ല 3 സ്റ്റേറ്റ്മെൻ്റ് ഉള്ള കേസിൽ നമുക്ക് 1ഉം 3ഉം കൂടെ ചെയ്യാം, അല്ലെങ്കിൽ 3ഉം 2ഉം കൂടെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പറ്റുന്ന പോലെ. എന്തായാലും നിയമം അനുവദിക്കണം അല്ലേ? റൂളും വേണം, വേർഡ്സും സെയിം ആയിരിക്കണം. അത് രണ്ടും ശരിയാവുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കോമ്പിനേഷൻ എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ തല തിരിച്ചാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഒന്നാമത്തെ ഒള്ളിയെ ഓൾ ആക്കി എടുത്തു, ഓൾ ഇലക്ട്രോണിക്സ് ആർ ലാപ്ടോപ്സ്. ആ രണ്ടാമത്തെ സമ്മിനെ റിവേഴ്സ് എന്ത് ചെയ്തു? സം മൊബൈൽസ് ആർ ഇലക്ട്രോണിക്സ്. അങ്ങനെ ചെയ്യുമ്പോൾ അതാണ്ട് നമുക്ക് എന്ത് കിട്ടും? സം പ്ലസ് ഓൾ അല്ലേ? ഇലക്ട്രോണിക്സ് കറക്റ്റ് ഓർഡറിൽ കൊണ്ടേ കമ്പൈൻ ചെയ്യുമ്പോൾ സം മൊബൈൽസ് ആർ ലാപ്ടോപ്സ് എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തത് ശരിയാണ് അല്ലേ? രണ്ടും ഒന്നും കൂടെയാണ് ചെയ്തത്. രണ്ടും ഒന്നും, ആദ്യം രണ്ടാമത്തത് പിന്നെ ഒന്നാമത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ കുറച്ച് കത്തി വരുന്നില്ലേ? അതൊക്കെ ശരിയായിക്കോളും, സമാധാനപ്പെട്ടോണ്ടിരിക്കുക കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, ഓൺലി ക്യാറ്റ്സ് ആർ മാമൽസ്. വീണ്ടും ഓർത്തോണം, ക്യാറ്റ്സ് മാത്രമേ മാമൽസ് ആവത്തുള്ളൂ അല്ലേ? അപ്പോൾ ഓർത്തോണം, ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് മൂന്നാമതൊരാളില്ല. അതുപോലെ തന്നെ മുഴുവൻ ക്യാറ്റിനും വേറെ വല്ലവരും ആവാൻ പറ്റുമോ? മുഴുവൻ ക്യാറ്റിനും വേറെ ആരും ആവാൻ പറ്റത്തില്ല. ഓൾ ക്യാറ്റ് ആർ മറ്റാരെങ്കിലും എന്നൊരു കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. കാര്യം ക്യാറ്റിൻ്റെ മാമലിൻ്റെ ഇടയ്ക്ക് വേറെ ആരുമില്ല. അതുപോലെ തന്നെ മാമൽസ് വേറെ വല്ലവരും ആകുമെന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ്. അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. എന്തായാലും ഇവിടുത്തെ ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ്? ഓളാണ് അല്ലേ? ഇവിടുന്ന് ഓൾ കിട്ടുമോ? എന്തായാലും ഓൾ കിട്ടില്ല അല്ലേ? ഈ ഒള്ളിയെ മാറ്റിയാൽ നമുക്കൊരു ഓൾ കിട്ടും. പക്ഷെ ആ ഓളും ഈ നോയും കൂടെ ഒക്കെ ചെയ്തതുകൊണ്ട് ഓള് കിട്ടുമോ? ഇല്ല. ഓള് കിട്ടണമെങ്കിൽ 2 ഓള് വേണം. അപ്പം തന്നെ നമുക്ക് ഇതങ്ങ് തട്ടിയേക്കാം അല്ലേ? ഓൾ ബേർഡ്സ് ആർ ക്യാറ്റ് എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ കിട്ടാൻ പോകുന്നില്ല. ഇനി രണ്ടാമത്തെ എന്താണ്? സം ക്യാറ്റ്സ് ആർ ബേർഡ്സ്. ക്യാറ്റ് ഇവിടെ, ബേർഡ് ഇവിടെ, ഇത് രണ്ടും കൂടി ചേർന്നാൽ സം കിട്ടുമോ? സം കിട്ടാൻ പോകുന്നില്ല അല്ലേ? കാര്യം ഇത് നോയല്ലേ. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ഇത് തിരിച്ച് നമ്മൾ എഴുതിയാലും ഓൾ മാമൽസ് ആർ ക്യാറ്റ്സ് എന്ന് വരും. അങ്ങനെ ഓളും നോയും കൂടെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഓളിനെടുത്ത് സം ആക്കി റിവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ സം ക്യാറ്റ്സ് ആർ മാമൽസ് എന്ന് വരും. അങ്ങനെ ആ സമ്മും ഈ നോയും കൂടെ ചെയ്താലും സം നോട്ടൊക്കെ അല്ലേ ആവത്തുള്ളൂ അല്ലേ? നോ കിട്ടാൻ പറ്റത്തില്ല. നോ അല്ല, സം കിട്ടാൻ പറ്റത്തില്ല. സോ ഇത് രണ്ടും തെറ്റാണ്. നൈദർ 1 nor 2. പിന്നെ എപ്പോഴും നോക്കിക്കോണം, 2 കൺക്ലൂഷൻ കിട്ടാതെ വരുമ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഐദർ ഓർ ആണോ എന്ന് ചെക്ക് ചെയ്തോണം. ഇതൊന്നും ഐദർ ഓർ അല്ലല്ലോ, ഓൾ സം അല്ലേ? അങ്ങനെ ഒരു കോമ്പിനേഷൻ എന്തായാലും ഐദർ ഓറും അല്ല. അപ്പോൾ ഇവിടെ രണ്ടുമില്ല. സോ നൈദർ 1 nor 2. ഓക്കെ, അപ്പോൾ നമ്മൾ 4th ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, നോക്കാം. ഇവിടെ നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒരു ഒള്ളിയും 2 സമ്മും പിന്നെ ഒരു നോയും ഒരു ഓളും ഒക്കെ ഉണ്ട്. ഒരു പോസിബിലിറ്റിയുടെ കേസൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും വലിയ സംഭവമൊന്നുമല്ല, എല്ലാം ഇപ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ആദ്യം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒൺലി ബാങ്കേഴ്സ് ആർ ക്ലർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ബാങ്കേഴ്സ് മാത്രമേ ക്ലർക്ക് ആകത്തുള്ളൂ അല്ലേ? ബാങ്കേഴ്സ് മാത്രമേ ക്ലർക്ക് ആകത്തുള്ളൂ എന്ന് പറയുമ്പം ക്ലർക്കിൻ്റെ അകത്ത് ആര് മാത്രമേ ഉള്ളൂ? ബാങ്കേഴ്സ് മാത്രമേ ഉള്ളൂ. ക്ലർക്കിലോട്ട് മൂന്നാമതൊരാൾക്ക് പ്രവേശനം ഉണ്ടോ? ഇല്ല. അത് ഓർത്തോണം. ക്ലർക്കിൻ്റെ പോർഷനിലോട്ട് ഇത് ക്ലർക്കാണെങ്കിൽ ഇതിനകത്ത് മൊത്തം ബാങ്കേഴ്സ് ആണ്. മൂന്നാമതൊരാൾ കയറ്റത്തില്ല ക്ലർക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ വായിച്ചു നോക്കേ. നോ ക്ലർക്ക് ഈസ് ഓഫീസർ. ശരിയോ തെറ്റോ?
അവർ പറയുന്നത് ഒരു ക്ലർക്കും ഓഫീസർ അല്ല. ശരിയല്ലേ? ക്ലർക്ക് ഓഫീസർ അല്ലല്ലോ. ക്ലർക്ക് എങ്ങനെ ഓഫീസറാകും? ക്ലർക്കിനകത്ത് ബാങ്കേഴ്സ് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? ചിലപ്പോൾ പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു തെറ്റ് സംഭവം ശരിയാണ് അല്ലേ? ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ അവർ പറയുന്നത് അല്ല എന്നാണ്. അല്ലല്ലോ, ആണെന്നല്ല. ഈ അല്ല എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് റിയലൈസ് ചെയ്യത്തില്ല. ഇവരെന്തേ പറയുന്നത്? ക്ലർക്ക് വേറെ ആരും ആവത്തില്ലല്ലോ. തെറ്റ്. ക്ലർക്ക് വേറെ ആരും ആവത്തില്ലെന്ന് അവരും പറഞ്ഞിരിക്കുന്നത് അല്ലേ? ക്ലർക്ക് വേറെ ആരും ആകത്തില്ല. കാര്യം ഒൺലി ബാങ്കേഴ്സ് ആർ ക്ലർക്ക്. ബാങ്കേഴ്സ് മാത്രമേ ക്ലർക്ക് ആവത്തുള്ളൂ. ക്ലർക്കിനകത്ത് ബാങ്കേഴ്സ് അല്ലാത്തൊരു വ്യക്തി ഇല്ല. അത് തന്നെയാണ് അവരിവിടെ പറയുന്നത്. നോ ക്ലർക്ക് ഇസ് ഓഫീസർ. ശരിയാണ്, ഒരു ക്ലർക്കും ഓഫീസർ അല്ല. അതെവിടുന്ന് പറയാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രം പറയാം. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കിടപ്പുണ്ടെങ്കിലും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും ഈ ഫസ്റ്റ് കൺക്ലൂഷൻ കറക്റ്റ് ആണെന്ന്. കാര്യം ഒരു ക്ലർക്കും ഓഫീസർ അല്ലെന്നാണ് അവർ പറയുന്നത്. ശരിയാണ്, ഒരു ക്ലർക്കും ഓഫീസർ അല്ല. കാര്യം ക്ലർക്കെല്ലാം എന്താണ്? ബാങ്കേഴ്സ് മാത്രമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺക്ലൂഷൻ, അതും ക്ലർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. നോക്കിക്കോ, ഓൾ ക്ലർക്ക് ബീങ് ഗ്രാജുവേറ്റ് ഇസ് എ പോസിബിലിറ്റി. എല്ലാ ക്ലർക്കിനും ഗ്രാജുവേറ്റ് ആവാൻ സാധ്യതയുണ്ടെന്ന്. എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? ഒരു സാധ്യതയില്ല. അബ്സല്യൂട്ട്ലി റോങ്. കാര്യം ക്ലർക്കിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? ബാങ്കേഴ്സ് മാത്രമേ ഉള്ളൂ. അഗെയിൻ നമുക്കത് എവിടെ നിന്ന് ആൻസർ ചെയ്യാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ആൻസർ ചെയ്യാം. കാര്യം ഓൺലി ബാങ്കേഴ്സ് ആർ ക്ലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബാങ്കേഴ്സ് മാത്രമേ ക്ലർക്ക് ആകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലർക്കും, അല്ലെങ്കിൽ ഇവൻ സം ആണെങ്കിൽ പോലും ഇത് തെറ്റാണ്. ഓൾ ആണെങ്കിലും സം ആണെങ്കിലും ദിസ് ഇസ് റോങ്. കാര്യം ഒരു കാരണവശാലും ക്ലർക്കിന് ബാങ്കേഴ്സ് അല്ലാത്തൊരു വ്യക്തി ആവാൻ പറ്റത്തില്ല അല്ലേ? ഒരു സാധ്യതയില്ല. ദിസ് ഇസ് റോങ്. അത് നമ്മൾ ആൻസർ ചെയ്തത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇത് മാത്രമാണ്. അപ്പോൾ ഇത് ശരിയാണെന്ന് പറഞ്ഞതും ഇത് തെറ്റാണെന്ന് പറഞ്ഞതും രണ്ടും നമ്മൾ എവിടെ നിന്ന് മാത്രം പറഞ്ഞു? 3 എണ്ണം കിടപ്പുണ്ടെങ്കിലും നമ്മൾ ഒന്നിന്ന് മാത്രമാണ് ഇത് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോ ക്ലർക്ക് ഇസ് ഓഫീസർ ശരിയാണ്. ഒരു ക്ലർക്കും ഓഫീസർ ആവത്തില്ല. കാര്യം ക്ലർക്കിനകത്ത് ബാങ്കേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ക്ലർക്കും ഗ്രാജുവേറ്റ് ആവാൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയില്ല. കാര്യം ക്ലർക്കിനകത്ത് ബാങ്കേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കൺക്ലൂഷൻ 1 മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 5th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സമ്മും ഒള്ളിയും സമ്മും ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ഇവിടെ നമ്മുടെ ക്യാൻ നെവർ ബി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസിബിലിറ്റി പഠിച്ചിട്ടുള്ളവർക്കറിയാം ക്യാൻ ബി, മേ ബി ഒക്കെ മീനിങ് വരുന്നത് ഒരു സാധ്യതയാണ് അല്ലേ? പക്ഷേ ക്യാൻ നെവർ ബി വരുമ്പോൾ അർത്ഥം മാറി കേട്ടോ. ക്യാൻ നെവർ ബി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഈ ക്യാൻ നെവർ ബി അത് പോസിബിലിറ്റി അല്ല, ഡെഫിനറ്റ്ലി ഒരിക്കലുമല്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സം റാറ്റ് ക്യാൻ നെവർ ബി ക്യാറ്റ്. കുറച്ച് റാറ്റിന് ഒരു കാരണവശാലും ക്യാറ്റ് ആവാൻ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാ. കാര്യം എന്താണ്? ഒൺലി റാറ്റ് ഇസ് ബാറ്റ് എന്ന് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ഒൺലി റാറ്റ് ഇസ് ബാറ്റ് എന്ന് പറഞ്ഞാൽ റാറ്റ് മാത്രമേ ബാറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമുക്കറിയാം റാറ്റും ബാറ്റും കൂടെ ചേരുന്നൊരു പോർഷനിൽ മൂന്നാമതൊരാൾക്ക് എന്തായാലും എൻട്രി ഇല്ല അല്ലേ? അത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും കുറച്ച് റാറ്റ് ഒരു കാരണവശാലും ക്യാറ്റ് ആവത്തില്ലെന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. അത് നമുക്ക് എവിടെ നിന്ന് പറയാം? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാത്രം പറയാൻ സാധിക്കും. കാര്യം ഓൺലി റാറ്റ് ഇസ് ബാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ തന്നെ മനസ്സിലാക്കി റാറ്റും ബാറ്റും കൂടെ ചേർന്നൊരു പോർഷനിൽ തേർഡ് പേഴ്സൺ എൻട്രി ഇല്ല. അത് ചിലപ്പോൾ ഒരു ചെറിയ പോർഷൻ ആയിരിക്കും. എത്ര ചെറിയ പോർഷൻ ആണെങ്കിലും ആ ചെറിയ പോർഷനിൽ മൂന്നാമതൊരാൾക്ക് എൻട്രി ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് റാറ്റ് എന്തായാലും ക്യാറ്റ് ആവത്തില്ല, അത് ഉറപ്പാണ്. ക്യാറ്റ് എന്നല്ല, മൂന്നാമത് ആരും ആവത്തില്ല അല്ലേ? അപ്പോൾ സം റാറ്റ് ക്യാൻ നെവർ ബി ക്യാറ്റ്. കുറച്ച് റാറ്റിന് ഒരു കാരണവശാലും ക്യാറ്റ് ആവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ സത്യമാണ്. കാര്യം ബാറ്റുമായിട്ട് കോയിൻസൈഡ് എന്ന പോർഷനിൽ മൂന്നാമതൊരാൾക്ക് എൻട്രി ഇല്ല. സോ ഇറ്റ് ഇസ് കറക്റ്റ്. ഇനി രണ്ടാമത്തത് ഓൾ റാറ്റ് ക്യാൻ നെവർ ബി ക്യാറ്റ്. അതായത് മുഴുവൻ റാറ്റിനും ഒരു കാരണവശാലും ക്യാറ്റ് ആവാൻ പറ്റത്തില്ല. അതും സത്യമല്ലേ? മുഴുവൻ റാറ്റിനും ഒരു കാരണവശാലും ക്യാറ്റ് ആവാൻ പറ്റത്തില്ല. കാര്യം റാറ്റിൻ്റെ കുറച്ച് പോർഷനിൽ ആര് മാത്രം ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്? ബാറ്റ് മാത്രം. റാറ്റിനെ എങ്ങോട്ടും വിടാതെ കുറച്ച് പോർഷനിൽ റാറ്റും ബാറ്റും മാത്രം കിടക്കുക അല്ലേ? അപ്പോൾ അവിടെ എന്തായാലും ക്യാറ്റിന് വരാൻ പറ്റത്തില്ല. അപ്പം മുഴുവൻ റാറ്റിനും ഒരു കാരണവശാലും ക്യാറ്റ് ആവാൻ പറ്റത്തില്ല. ചിലപ്പോൾ കുറച്ച് റാറ്റിനൊക്കെ ആവായിരിക്കും, പക്ഷെ മുഴുവൻ റാറ്റിനും എന്തായാലും ക്യാറ്റ് ആവാൻ പറ്റത്തില്ല. സോ അതും ശരിയാണ്. അതും നമ്മൾ എവിടുന്ന് പറയുന്നു? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാത്രം പറയാൻ സാധിക്കും. അപ്പോൾ കുറച്ച് റാറ്റിന് ഒരു കാരണവശാലും ക്യാറ്റ് ആവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും ശരിയാണ്. കാര്യം റാറ്റിൻ്റെ കുറച്ച് പോർഷനിൽ ബാറ്റ് മാത്രമായിട്ട് കിടപ്പുണ്ട്. ആ പോർഷൻ എന്തായാലും ആവത്തില്ല. അപ്പോൾ കുറച്ച് റാറ്റ് എന്തായാലും ക്യാൻ നെവർ ബി, ഒരു കാരണവശാലും അതാവാൻ പറ്റത്തില്ല. കറക്റ്റ്. കാര്യം ആ ഒരു പോർഷൻ എന്തായാലും ആവത്തില്ലല്ലോ. സോ ഇറ്റ്സ് റൈറ്റ്. അതുപോലെ തന്നെ മുഴുവൻ റാറ്റിനും കാറ്റാവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. മുഴുവൻ റാറ്റും എന്തായാലും ക്യാറ്റാവത്തില്ല. കാര്യം കുറച്ച് പോർഷനിൽ റാറ്റും ബാറ്റും മാത്രം കോയിൻസൈഡ് ചെയ്ത് കിടക്കുകയാണ്. ആ പോർഷൻ അങ്ങോട്ട് ആവത്തില്ലല്ലോ. അതാവാതെ എന്തായാലും മുഴുവൻ റാറ്റും ക്യാറ്റാവാൻ പറ്റത്തില്ല. സോ ഇത് രണ്ടും കറക്റ്റാണ്. നമുക്ക് എവിടെ നിന്ന് പറയാം? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാത്രമാണ് നമ്മളിത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇവിടെ നമുക്ക് ഒള്ളി നടുക്ക് കിടപ്പുണ്ട്. എപ്പോഴാ ഞാൻ പറഞ്ഞല്ലോ കൺക്ലൂഷൻസ് നമുക്ക് ആ ഒള്ളി വെച്ച് തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണോ നമ്മൾ നോക്കിയേക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒള്ളി ഡ്യൂ ആർ കോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡ്യൂ മാത്രമേ കോക്കാവത്തുള്ളൂ. ശരി, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ കണ്ടോ, സം പെപ്സി ഈസ് കോക്ക്. പറ്റുമോ? കുറച്ച് പെപ്സി കോക്കാവാൻ പറ്റുമോ? ഇല്ല. കാര്യം നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി. ഒള്ളി ഡ്യൂ ആർ കോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂ മാത്രമേ കോക്കാവത്തുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് പെപ്സിക്ക് കോക്കാവാൻ പറ്റുമോ? നടക്കത്തില്ല. സോ ഇറ്റ് ഈസ് റോങ്. എവിടെ നിന്ന് ആൻസർ ചെയ്യുന്നു? അഗെയിൻ ആ രണ്ടാമത്തെ ഒള്ളിയിൽ നിന്ന് മാത്രം നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കും. കാര്യം ഡ്യൂ മാത്രമേ കോക്കാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് പെപ്സി കോക്കാവെന്ന് പറഞ്ഞാൽ തെറ്റ് ആവത്തില്ല, ഒരു പോസിബിലിറ്റി പോലും ഇല്ല. ഇനി അടുത്തത് സം സ്പ്രൈറ്റ് ഈസ് നോട്ട് കോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയല്ലേ? സ്പ്രൈറ്റ് കോക്ക് അല്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അല്ല. അത് നമ്മുടെ രണ്ടാമത്തേന്ന് തന്നെ ആൻസർ ചെയ്യാം അല്ലേ? വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, രണ്ടിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. കുറച്ച് സ്പ്രൈറ്റ് കോക്ക് അല്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്. സ്പ്രൈറ്റ് കുറച്ചെന്നല്ല, മുഴുവൻ സ്പ്രൈറ്റും കോക്കാവത്തില്ല. കാര്യം ഡ്യൂ മാത്രമാണ് കോക്കാവുന്നത് അല്ലേ? കോക്കിൻ്റെ പോർഷനകത്ത് ഡ്യൂ മാത്രമേ ഉള്ളൂ, സ്പ്രൈറ്റോ ആരും വരത്തില്ല. അപ്പോൾ കുറച്ച് സ്പ്രൈറ്റ് കോക്കല്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്. സം സ്പ്രൈറ്റ് ഇസ് നോട്ട് കോക്ക്. സ്പ്രൈറ്റ് കോക്ക് ആകത്തില്ല. കുറച്ചാണെങ്കിലും ശരി, ഓൾ ആണെങ്കിലും ശരി, വാട്ട് എവർ ഇറ്റ് ഇസ് കറക്റ്റ്. ആകത്തില്ല. കാര്യം കോക്കിനകത്ത് ആര് മാത്രമേ ആകത്തുള്ളൂ? ഡ്യൂ മാത്രമേ ഉള്ളൂ. സ്പ്രൈറ്റിനെ ഒന്നും അവിടെ കോക്ക് കയറ്റത്തില്ല അല്ലേ? സോ സം സ്പ്രൈറ്റ് ഇസ് നോട്ട് കോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കറക്റ്റ്, കോക്കല്ല. അഗെയിൻ അത് നമ്മൾ രണ്ടാമത്തിൽ നിന്നാണ് ആൻസർ ചെയ്യുന്നത്. സോ ഇവിടെ ഉള്ളി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ 6th ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഒള്ളി കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ പറയുന്നത് സം എഫ് ആർ നോട്ട് കെ. അതും നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിന് മാത്രം ആൻസർ ചെയ്യാം. കാര്യം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഒള്ളി വൈ ഈസ് കെ. വൈ മാത്രമേ കെ ആവത്തുള്ളൂ. അവരെന്താ പറയുന്നത്? സം എഫ് ആർ നോട്ട് കെ. ശരിയല്ലേ? അത് നമ്മൾ എവിടെ നിന്ന് ആൻസർ ചെയ്യുന്നു? ഒന്നിന്ന് മാത്രം നമുക്ക് ആൻസർ ചെയ്യാം. സം എഫ് ആർ നോട്ട് കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ശരിയാണെന്ന് പറഞ്ഞത്. സം എഫ് ആർ കെ ആണെങ്കിൽ തെറ്റ്. സം എഫ് ആർ നോട്ട് കെ ആയപ്പോൾ ശരിയാ. സം എഫ് കെ ആവത്തില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ആകത്തില്ല. കാര്യം കെക്കകത്ത് ആര് മാത്രമേ ഉള്ളൂ? വൈ മാത്രമേ ഉള്ളൂ, എഫ് ഒന്നും ഇല്ല അല്ലേ? സോ സം എഫ് ആർ നോട്ട് കെ എന്ന് പറഞ്ഞാൽ ശരിയാണ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടുത്തത് നോ ജി ഈസ് കെ. ജി ഒന്നും തന്നെ കെ അല്ലെന്ന്. ശരിയല്ലേ? കാര്യം വൈ മാത്രമല്ലേ കെ ആവത്തുള്ളൂ അല്ലേ? അഗെയിൻ അതും നമുക്ക് എവിടെ നിന്ന് പറയാം? ഒന്നിന്ന് മാത്രം പറയാം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം തന്നെ 3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും മിക്കതും നമ്മൾ എവിടെ നിന്ന് ആൻസർ ചെയ്യുന്നത്? ആ കിടക്കുന്ന ഒള്ളിയിൽ നിന്ന് മാത്രമാണ് നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒള്ളി കിടപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല, വേറെ കിടക്കുന്നതായിട്ട് കോമ്പിനേഷനൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ചില കേസുകളിൽ ഇതുപോലെ, അല്ലെങ്കിൽ മിക്ക കേസുകളിൽ നമുക്ക് ആ ഒള്ളി വെച്ച് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അങ്ങനെ നോക്കിയിട്ട് വേണം വേറെ നോക്കാൻ. അപ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് 2 എണ്ണം ആൻസർ ചെയ്യാൻ പറ്റുന്നത് ആ ആദ്യത്തെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. രണ്ടും ആകത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ശരിയായത്. വേറെ 2 കൂട്ടർ കെ ആകത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആകൂന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ തെറ്റ്. ആകത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്, നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇത് രണ്ടും ശരിയാവുന്ന. കാര്യം വൈ മാത്രമേ കെ ആവത്തുള്ളൂ. ഓക്കെ ഓക്കെ, ഇതിപ്പോൾ 8th ആയി കേട്ടോ. നേരത്തെ ഞാൻ തെറ്റിയാ 6th എന്ന് പറഞ്ഞത്. അത് 7th ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് 8th ആയിട്ടുണ്ട്. അപ്പോൾ ഒള്ളിയും ഓളും നോയും. ഇനി നമുക്ക് 2 എണ്ണം. ശരി, വീണ്ടും നോക്കാം. സം ടെന്നീസ് ബീങ് ലൂഡോ ഈസ് നോട്ട് എ പോസിബിലിറ്റി. ശ്രദ്ധിച്ചു വായിച്ചോണം കേട്ടോ. നോട്ടാണോ ആണോ അല്ലയോ? പലവർക്ക് വേറെ തെറ്റ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ പോസിബിലിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ അവർ മനസ്സിൽ കേൾക്കുക ഈസ് എ പോസിബിലിറ്റി. അത് വെച്ച് ആൻസർ ചെയ്യും. അപ്പോൾ തെറ്റിപ്പോ. അതുകൊണ്ടാണ് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഈസ് നോട്ട് എ പോസിബിലിറ്റി, പോസിബിലിറ്റി അല്ല, സാധ്യതയില്ല എന്നാണ് പറയുന്നത്. എന്ത്? ടെന്നീസ് ബീങ് ലൂഡോ. ശരിയല്ലേ? സാധ്യതയില്ല. കാര്യം എന്താ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു ഓൺലി ക്രിക്കറ്റ് ആർ ലൂഡോ. ഓൺലി ക്രിക്കറ്റ് ആർ ലൂഡോ. ക്രിക്കറ്റ് മാത്രമേ ലൂഡോ ആവത്തുള്ളൂ. സോ അവിടുന്ന് നമുക്ക് മനസ്സിലായി മൂന്നാമതൊരാൾ എന്താകത്തില്ല? ലൂഡോ ആകത്തില്ല. ആകത്തില്ല എന്ന് തന്നെയല്ലേ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. സം ടെന്നീസ് ബീങ് ലൂഡോ ഈസ് നോട്ട് എ പോസിബിലിറ്റി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, പോസിബിലിറ്റി ആവത്തില്ല. അത് നമ്മൾ എവിടെ നിന്ന് ആൻസർ ചെയ്യുന്നു? ഒന്നിന്ന് മാത്രം നമുക്ക് ആൻസർ ചെയ്യാം. ഇത് നേരെ മറിച്ച് ഈസ് എ പോസിബിലിറ്റി ആയിരുന്നെങ്കിൽ തെറ്റ്, യാതൊരു പോസിബിലിറ്റി ഇല്ല. പക്ഷേ ഈസ് നോട്ട് എ പോസിബിലിറ്റി ആയതുകൊണ്ട് ശരിയാണ്, പോസിബിലിറ്റി ഇല്ല. കാര്യം ക്രിക്കറ്റ് മാത്രമേ ലൂഡോ ആവത്തുള്ളൂ, ലൂഡോ വേറെ ആരും ആവത്തില്ല. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നു അതാണ് ടെന്നീസ് ലൂഡോ ആവാൻ സാധ്യതയില്ലെന്ന്. ശരിയാണ്, ആവത്തില്ല. ഇനി രണ്ടാമത് നോ ടെന്നീസ് ഈസ് ബാസ്കറ്റ് ബോൾ. അതിന് നമ്മൾ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട. ഇവിടെ കിടപ്പുണ്ട് അല്ലേ? ഓൾ പ്ലസ് നോ നോയാണ്. ക്രിക്കറ്റർ ദാണ്ട് കറക്റ്റായിട്ട് കിടപ്പുണ്ട്. ഓൾ പ്ലസ് നോ നോ അല്ലേ? നോ ടെന്നീസ് ഈസ് ബാസ്കറ്റ് ബോൾ. അത് നമുക്ക് 2ഉം 3ഉം കൂടെ നമ്മുടെ ഓൾ പ്ലസ് നോ ഗിവ്സ് നോ അല്ലേ? ആ റൂൾ വെച്ച് കമ്പൈൻ ചെയ്താൽ ഈസി ആയിട്ട് നോ ടെന്നീസ് ഈസ് ബാസ്കറ്റ് ബോളും കിട്ടും. സോ ഇവിടെ 2 കൺക്ലൂഷനും കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ 9th ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്ട് 3 എണ്ണം 2 എണ്ണം നോക്കാം. ആദ്യത്തത് സം ബ്ലാക്ക് ഈസ്
റെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സം ബ്ലാക്ക് ഈസ് റെഡ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് ആൻസറബിൾ അല്ല അല്ലേ? ആദ്യത്തേൽ പറഞ്ഞിരിക്കുന്ന ഓൺലി റെഡ് ഇസ് ബ്ലൂ ആണ്. പക്ഷെ വേറെ വല്ല മാർഗ്ഗം ഉണ്ടോ നോക്കണം, കിട്ടത്തില്ല. കാര്യം എന്താ, ഇത് രണ്ടും കൂടി, ഈ രണ്ടും മൂന്നും കൂടെ നോക്കിയാൽ തന്നെ സമ്മും നോയും അല്ലേ ഗ്രീൻ, സമ്മും നോയും സം നോട്ട് അല്ലേ. അപ്പോൾ സം റെഡ് ആർ നോട്ട് ബ്ലാക്ക് എന്നാണ് റെഡും ബ്ലാക്കും തമ്മിൽ കിട്ടുന്നത് അല്ലേ. സം ബ്ലാക്ക് ഈസ് റെഡ് അല്ലെങ്കിൽ സം കോമ്പിനേഷൻ ബ്ലാക്ക് റെഡും തമ്മിൽ കിട്ടത്തില്ല. അത് 2 3 അല്ല എന്ന് പറയാം അല്ലേ. കാര്യം 2 3 കൂടെ നോക്കുമ്പോൾ റെഡും ബ്ലാക്കും തമ്മിൽ നമുക്കൊരു സം നോട്ട് കോമ്പിനേഷൻ ആണ് കിട്ടുന്നത്, സം കിട്ടുന്നില്ല. പോസിബിലിറ്റി ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, പറയായിരുന്നു. കാര്യം ഇവിടെ നിന്നാണെങ്കിലും സം റെഡ് വേണമെങ്കിൽ ബ്ലാക്ക് ആവാം അല്ലേ. അതേപോലെ തന്നെ ഇവിടുന്നും സം റെഡ് ഇസ് നോട്ട് ബ്ലാക്ക് കിട്ടുന്ന സ്ഥിതിക്ക് സം റെഡ് ഇസ് ബ്ലാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പോസിബിലിറ്റി പറയായിരുന്നു. പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് സം ബ്ലാക്ക് ഇസ് റെഡ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നില്ല, കിട്ടാതെ പറയാൻ പറ്റത്തില്ലോ, അതുകൊണ്ട് അത് തെറ്റ്. ഇനി ഇത് പോസിബിലിറ്റി ആണ്, കാര്യം ഇത് ക്യാൻ ബി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാൻ നെവർ വരുമ്പോഴല്ലാത്ത, പക്ഷേ ക്യാൻ ബി പോസിബിലിറ്റിയാണ് കേട്ടോ. ഓൾ ബ്ലൂ ക്യാൻ ബി ബ്ലാക്ക്, അത് പറ്റുമോ? അത് പറ്റത്തില്ല. കാര്യം എന്താ, ഇവിടുന്ന് ഓൺലി റെഡ് ഇസ് ബ്ലൂ അല്ലേ. റെഡ് മാത്രമേ ബ്ലൂ ആവത്തുള്ളൂ, ബ്ലൂ വേറെ ആരും ആവത്തില്ല. അതുകൊണ്ട് തന്നെ ഓൾ ബ്ലൂ ക്യാൻ ബി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു നടപ്പുവശമില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കത് തെറ്റാണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് 2 ഒള്ളി ഉണ്ട് കേട്ടോ, 2 ഒള്ളി. അപ്പോൾ ആദ്യത്തെ കൺക്ലൂഷൻ, സം ഏരിയാസ് ആർ വില്ലേജസ്. ഞാൻ പറഞ്ഞല്ലോ കൺക്ലൂഷൻ കാണുമ്പോഴേ ആദ്യമേ നമ്മൾ ഉള്ളിലോട്ട് വേണം കണ്ണൊന്ന് വെക്കാൻ, ചിലപ്പോൾ അവിടെ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. സം ഏരിയാസ് ആർ വില്ലേജസ്, കുറച്ച് ഏരിയാസ് വില്ലേജസ് ആവാൻ പറ്റും. അതാണ്ട് ആദ്യത്തെ ഉള്ളി നോക്കിക്കേ, ഒൺലി ടൗൺസ് ആർ വില്ലേജസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ടൗൺസ് മാത്രമേ വില്ലേജസ് ആവത്തുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് ഏരിയ വില്ലേജ് ആവാൻ പറ്റുമോ? ഒരു കാരണവശാലും പറ്റത്തില്ല, തെറ്റാണെന്ന് നമുക്ക് ഒന്നീന്ന് മാത്രം പറയാൻ പറ്റും. കാര്യം ഒരു കാരണവശാലും കുറച്ച് ഏരിയ വില്ലേജസ് ആവത്തില്ല, ബിക്കോസ് ഓൺലി ടൗൺസ് ആർ വില്ലേജസ്, ടൗൺസ് മാത്രമേ വില്ലേജ് ആവത്തുള്ളൂ. ഓക്കെ. ഇനി രണ്ടാമത്തത്, നോ ടൗൺസ് ആർ ഏരിയാസ്. അടുത്ത ഉള്ളി നോക്കിക്കേ, ഒൺലി കോസ്റ്റ്ലി ആർ ഏരിയാസ്. മൂന്നാമത്തത് അല്ലേ, ഒൺലി കോസ്റ്റ്ലി ആർ ഏരിയാസ്, കോസ്റ്റ്ലി മാത്രമേ ഏരിയാസ് ആവത്തുള്ളൂ. അപ്പം നോ ടൗൺസ് ആർ ഏരിയാസ് എന്ന് പറയുമ്പോൾ ശരിയോ തെറ്റോ? കറക്റ്റാണ്, തെറ്റല്ല അല്ലേ, കറക്റ്റാണ്. കാര്യം അവർ നോ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അവരും അത് തന്നെ പറഞ്ഞിരിക്കുന്നത്, ആകത്തില്ല. അത് കാണുമ്പോൾ തന്നെ ചിലവർ അത് തെറ്റാന്ന് പറയും. കാര്യം ഈ മീനിങ് ചിലപ്പോൾ എടുത്തു കളയും. സമ്മും നോയും തമ്മിൽ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ. നോ ടൗൺസ് ആർ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ടൗൺസ് ഒന്നും തന്നെ ഏരിയ അല്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ആവത്തില്ല. കാര്യം ഒൺലി കോസ്റ്റ്ലി ആർ ഏരിയാസ്, കോസ്റ്റ്ലി മാത്രമേ ഏരിയാസ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ടൗൺസ് ഏരിയ അല്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്, ടൗൺസ് ഏരിയ ആകത്തില്ല, കോസ്റ്റ്ലി മാത്രമല്ലേ ഏരിയ ആവത്തുള്ളൂ. അതുകൊണ്ട് ഇത് കറക്റ്റാണ് ഫ്രം ദി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. നേരെ മറിച്ച് ഈ നോയിന് പകരം ഓളോ സമ്മോ ആയിരുന്നെങ്കിലോ തെറ്റ്. നോയും സം നോട്ടും ആകുമ്പോൾ ഓക്കെ, കാര്യം ഇത് മാത്രമേ ആവത്തുള്ളൂ, ഇതാകത്തില്ല എന്നല്ലേ പറയുന്നത്, അപ്പോൾ ശരിയാവും. ഓക്കെ, അപ്പോൾ ഇതും ക്ലിയർ ആയേ. അപ്പോൾ ഇപ്പോൾ ഒള്ളി ഏറെക്കുറെ കത്തിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒള്ളി ഒരു വലിയ വിഷയമായിട്ടിരുന്നേ ഇത് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒള്ളി ക്ലിയർ ആയല്ലോ. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത ഈ ക്ലാസ് തന്നെ ഒരു 2-3 ടൈംസ് ഒന്ന് കേൾക്കണം. കേട്ട് വരുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ക്ലാസ് ഒന്നും കൂടെ ഒരു 2-3 ടൈംസ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇൻഡിവിജ്വലി തന്നെ ചെയ്യണം. ആദ്യം ക്ലാസ് കേട്ട് മനസ്സിലാക്കുക, പിന്നെ നിങ്ങളൊരു 2-3 ടൈംസ് ഇൻഡിവിജ്വലി ചെയ്ത് നിങ്ങൾ ആ ആൻസറുമായിട്ട് നോക്കുക, നിങ്ങളത് ശരിയാവുന്നുണ്ടോ. ആവുന്നില്ലെങ്കിൽ വീണ്ടും വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക, എവിടെയാണ് എനിക്ക് തെറ്റിയത്, ആ എക്സ്പ്ലനേഷൻ കേട്ട് മനസ്സിലാക്കുക. എന്നിട്ട് 2-3 ടൈംസ് ചെയ്ത് ഇത്രയും ക്വസ്റ്റൻ ആദ്യമേ അങ്ങ് പെർഫെക്റ്റ് ആക്കണം. പെർഫെക്റ്റ് ആക്കിയിട്ട് പിന്നെ ഒള്ളിയുടെ മാത്രം കുറച്ച് ചോദ്യങ്ങളൊക്കെ എടുക്കണം. ഇപ്പോൾ ചോദ്യങ്ങൾ കിട്ടാൻ യാതൊരു പാടില്ല, ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, ഇഷ്ടംപോലെ ഉള്ളിയുടെ മാത്രം ക്വസ്റ്റൻ കിട്ടും അല്ലേ. ഉള്ളിയുടെ മാത്രം ക്വസ്റ്റ്യൻസ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ കുറച്ചെണ്ണം നമ്മൾ എന്തൊരു കാര്യത്തിനും ഒരു കുറച്ച് എഫേർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും ശരിയാക്കി എടുക്കാൻ പറ്റും അല്ലേ, ഉറപ്പാണ് ഏതൊരു കാര്യത്തിനും. അതുപോലെ ഒരു ദിവസം മൊത്തത്തിൽ വേണ്ട, ഒരു കുറച്ച് മണിക്കൂറുകൾ ഇതിനു വേണ്ടി ഒന്ന് മാറ്റി വെച്ചാൽ മതിയാവും, നമുക്ക് ഒള്ളി അങ്ങ് നിവർത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.